മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാനബോധത്തിലെ അടുത്ത പദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാണും കണ്ണുക്ക് കാട്ടും ഇളം പോൽ കാണാ ഉള്ളത്തെ കണ്ട് കാട്ടലിൻ അയരാ അൻപിൻ അരൻ കഴൽ ചെലുമേ. കാണുന്ന കണ്ണിന് വസ്തുക്കളെ കാണാൻ കഴിവുണ്ടാക്കുന്നത് ഉള്ളമാണ്. അതേപോലെ ഉള്ളം മനസ്സിനെ അറിയുകയും ഈശ്വര സാക്ഷാത്കാരത്തിന് അതിനെ പര്യാപ്തമാക്കുകയും ചെയ്യും. ഉള്ളം എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവ് തന്നെയാണ് ശിവം. ആത്മാവ് തന്നെയാണ് ബോധം. ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ ഈ ബ്രഹ്മത്തിൻ്റെ ശക്തി വിശേഷം കൊണ്ടാണ് കാണുന്ന കണ്ണിന് വസ്തുക്കളെ കാണാൻ കഴിവുണ്ടാക്കുന്നത്. അപ്പോൾ കാണുന്ന കണ്ണിന് വസ്തുക്കളെ കാണാൻ കഴിവുണ്ടാക്കുന്നത് ഈ ബ്രഹ്മം നമ്മിൽ കുടികൊള്ളുന്നതാണ്. ബ്രഹ്മമാണ് നമുക്കിതെല്ലാം അനുഭവപ്പെടുത്തി തരുന്നത്. ബ്രഹ്മമില്ലെങ്കിൽ, അതായത് ബോധമില്ല എങ്കിൽ, അതായത് ശിവമില്ല എങ്കിൽ നമ്മൾ വെറും ജഡമാണ്, ശവമാണ്. ശിവമില്ലെങ്കിൽ ശവമാണ്, ജഡവസ്തുവാണ്. അപ്പോൾ എല്ലാത്തിനെയും കാണിച്ചു തരുന്നത്, എല്ലാത്തിനെയും അനുഭവപ്പെടുത്തി തരുന്നത് ഈ ശിവമെന്ന ബോധസ്വരൂപമായ ബ്രഹ്മമാണ് എന്നറിയുക. ഇത് തന്നെയാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത്. അർക്കാനാലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്ത് ഹരിനാരായണ അമ്മ. അപ്പോൾ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ, കണ്ണിൻ്റെ കണ്ണായ പൊരുൾ, കണ്ണിൻ്റെ കണ്ണായ ശിവം. ആ ശിവമാണ് നമുക്ക് അർക്കാനാലാദി വെളിവൊക്കെ ഗ്രഹിക്കാൻ നമുക്ക് അവസരമുണ്ടാക്കി തീർക്കുന്നത് എന്ന് ഹരിനാമകർത്താവായ എഴുത്തച്ഛൻ ഇതേ ആശയം തന്നെ ഈ കവിതയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ ടി ഭാസ്കരൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മവിലാസം എന്ന ഗദ്യകൃതിയിലെ ഒരു ഭാഗം ഉദ്ധരിച്ചിട്ട് ഇതിന് സമാനമാണെന്ന് പറയുന്നുണ്ട്. ഗുരുദേവൻ്റെ ആ വാക്കുകൾ നമുക്ക് നോക്കാം. നാം നമ്മുടെ നിഴൽ കണ്ണാടി, കണ്ണിൻ്റെ നിഴൽ, കയ്യിലിരിക്കുന്ന കണ്ണാടി, ഇതാറും ബ്രഹ്മത്തിൽ കീഴടങ്ങി നിൽക്കുന്നു. അപ്പോൾ ശിവം കൊണ്ടാണ് നമുക്ക് ഈ കണ്ണാടിയും കണ്ണിൻ്റെ നിഴലും കയ്യിലിരിക്കുന്ന കണ്ണാടിയും എല്ലാം തന്നെ അനുഭവപ്പെടുത്തി തരുന്നത്. അപ്പോൾ കണ്ണിൻ്റെ കണ്ണായ ശിവം, കണ്ണിൻ്റെ കണ്ണായ പൊരുൾ, ആ കണ്ണിൻ്റെ കണ്ണായ പൊരുൾ ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറയാം. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ. ഋഭുഗീതയിൽ ഇതേ ആശയം കുറച്ചുകൂടി ലളിതമായിട്ട് വിശദീകരിക്കുന്നത് നോക്കാം. പരമാർത്ഥമായ ബ്രഹ്മത്തിൽ പലവിധമായി ജീവേശ്വര ജഗത്തുക്കളായി കാണപ്പെടുന്ന ഭേദങ്ങളെല്ലാം വിചാരം ചെയ്ത് ഇവയെല്ലാം ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുമല്ല എന്ന്, സർവാത്മാവായ ബ്രഹ്മം ഒന്നു മാത്രമാണ് ഉള്ളൂ എന്നും നിശ്ചയമായിരിക്കുന്ന ആ ബ്രഹ്മം താൻ തന്നെയാണെന്നും ദൃഢമായി ഭാവിച്ച് സുഖമായി ഭവിക്കുക. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അവിദ്യ, ജീവൻ, ചിത്തം, ബന്ധം, വിചിത്രമായ ജഗത്ത്, ഈശ്വരൻ, മായ, ഇവ യാതൊന്നുമില്ല. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്. അത് താൻ തന്നെയാണെന്നുള്ള ഭാവനയാൽ പരമമായ സുഖിയായിരിക്കുക. ശ്രുതിയെന്നും സ്മൃതിയെന്നും ശാസ്ത്രങ്ങളെന്നും സൂക്ഷ്മമായ വേദാന്ത ഗ്രന്ഥങ്ങളെന്നും ഇതിഹാസമെന്നും പുരാണമെന്നും കാമികം മുതലായ ആഗമങ്ങളെന്നും ഏകത്വമെന്നും ദ്വിത്വമെന്നും പറയുന്ന യാതൊന്നുമില്ല.
ഉള്ളത് അഖണ്ഡ ബ്രഹ്മം ഒന്നു മാത്രമാണ്. അത് താൻ തന്നെയെന്ന് ഭാവിച്ച് പരമസുഖത്തിലിരിക്കുക. ദേഹം മുതലായ ദൃശ്യങ്ങൾ അനാത്മാവാണെന്നും ദൃക്ക് നിൻ്റെ ആത്മാവാണെന്നും അത് നീ തന്നെയാണെന്നും അത് സദാ താൻ തന്നെയെന്നും സൽഗുരുവെന്നും ശിഷ്യനെന്നും ശുദ്ധ പരമാത്മജ്ഞാനമെന്നും പറയുന്നതെല്ലാം ബ്രഹ്മം തന്നെയെന്നും അത് താൻ തന്നെയെന്നും ഭവിച്ച് സുഖമായി ഭവിച്ചാലും പഞ്ചമൂർത്തികളെന്നും പഞ്ചകൃത്യങ്ങളെന്നും സ്വർഗമെന്നും നരകമെന്നും കൈലാസമെന്നും വൈകുണ്ഠമെന്നും ജീവനെന്നും ഈശ്വരനെന്നും ജഗത്തെന്നും പല വിധത്തിൽ അറിയപ്പെടുന്നതെല്ലാം ബ്രഹ്മമാണെന്നറിയുക. ശബ്ദ സ്പർശ രൂപ രസഗന്ധാദി പഞ്ചേന്ദ്രിയ വിഷയങ്ങളും ആകാശാദി പഞ്ചഭൂതങ്ങളും ദ്വൈതമായ കാര്യകാരണങ്ങളും ഭോഗവും മോക്ഷവും ചിത്തവികൽപ്പങ്ങളായി കാണപ്പെടുന്ന ഭേദങ്ങളും ബന്ധരഹിതമായ ബ്രഹ്മമാണെന്നറിയുക. ചിത്തമല്ലാതെ പ്രപഞ്ചമെന്നതില്ല. ചിത്തം തന്നെ പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ചിത്തമല്ലാതെ സംസാരമില്ല. ചിത്തം തന്നെ സംസാരമായി തോന്നുന്നത്. ചിത്തം എന്താണെന്ന് പരിശോധിച്ചാൽ അത് ചിത്ത് തന്നെയാണ് എന്നറിയാൻ കഴിയും. ചിത്തം ശിവമായി നിൽക്കും. ചിത്തമില്ലാത്ത ചിന്മയമായ ശിവം താൻ തന്നെ എന്ന് ചിന്തിച്ച് ശിവമായി തീർന്നിടുക. അപ്പോൾ ശിവമായി തീർന്നിടുക. എല്ലാം ബ്രഹ്മമാണ്, ശിവമാണ് എന്നറിയാം. മനസ്സല്ലാതെ ജഗത്ത് മുതലായി യാതൊന്നുമില്ല. മനസ്സാണ് ജഗത്ത് മുതലായവയായി കാണപ്പെടുന്നത്. ഈ മനസ്സ് സങ്കല്പസ്വരൂപമാകുന്നു. പരിശോധിച്ചു നോക്കിയാൽ സങ്കല്പങ്ങൾ ചിത്തായി ബ്രഹ്മമായി തീരും. മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ചിത്തായി തീർന്നാൽ മനസ്സ് തന്നെ ചിന്മയമായ ശിവമായി ഭവിക്കും. ഇതാണ് പരമമായ സത്യം. മനസ്സ് സങ്കല്പസ്വരൂപമാകുന്നു. പരിശോധിച്ച് നോക്കിയാൽ സങ്കല്പങ്ങൾ ചിത്തായി ബ്രഹ്മമായി ശിവമായി തീരും. മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ചിത്തായി മാറിയാൽ മനസ്സ് തന്നെ ശിവമായിത്തീരും. അപ്പോൾ മനസ്സ് തന്നെ ശിവമായിത്തീരുന്ന അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. കണ്ണിൻ്റെ കണ്ണായ പൊരുൾ ഈ ശിവമാണ്. മനസ്സിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ശിവമാണ്. കണ്ണിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ശിവമാണ്. ആ ശിവമാണ് എല്ലാം നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത് എന്ന യാഥാർത്ഥ്യം ഋഭുഗീതയിൽ ഇവിടെ നാം വ്യക്തമായി മനസ്സിലാക്കുന്നു. അപ്പോൾ അറിയേണ്ടതെല്ലാം തന്നെ ഈ വാക്കുകളിൽ നാം നിബന്ധിച്ചിരിക്കുന്നു എന്നുകൂടി അറിയുക. മനസ്സിൻ്റെ സങ്കല്പങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നാൽ അത് ചിത്തായി ശിവമായി തീരും. അപ്പോൾ മനസ്സ് തന്നെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ ശിവമായി മാറുന്ന അനുഭവത്തിലൂടെ നാം കടന്നു പോയി. വള്ളലാർ രാമലിംഗസ്വാമികളുടെ ഒരു ധ്യാന രീതി പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് കണ്ണാടി ധ്യാനം എന്നാണ് പറയുക. കണ്ണാടിയുടെ മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ പ്രകാശത്തിലൂടെ അതിൻ്റെ അരുൾ പെരും ജ്യോതിയെ കാണുന്ന ഒരു ധ്യാന രീതിയാണ് കണ്ണാടി ധ്യാനം. ഇത് വള്ളലാർ രാമലിംഗസ്വാമികൾ സ്വന്തം ജീവിതത്തിൽ സ്വന്തം മുറിയിൽ ചെയ്തിരുന്ന ഒരു ധ്യാന രീതിയാണ്. പിന്നീട് വേദാദ്രി മഹർഷിയെ പോലുള്ളവർ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ജനസമക്ഷം അവതരിപ്പിക്കുകയുണ്ടായി. അതാണ് കണ്ണാടി ധ്യാനം. ഈ കണ്ണാടി ധ്യാനത്തിലൂടെ വ്യക്തമാകുന്നത്, കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നത് ഞാൻ തന്നെയാണ്, ഞാൻ എന്ന മുരുകനാണ്. അപ്പോൾ അറുമുഖനായ മുരുകനെയാണ് നാം ഈ കണ്ണാടി ധ്യാനത്തിലൂടെ കാണുന്നതും
സാക്ഷാത്കരിക്കുന്നത്. അരുൾ പെരും ജ്യോതി അരുൾ പെരും ജ്യോതി തനിപ്പെരും കരുണை അരുൾ പെരും ജ്യോതി. അപ്പോൾ മഹാകാരുണ്യം കൊണ്ട് മുരുക ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നാമായി തന്നെ തീരുകയും ചെയ്യുന്ന ഒരനുഭൂതി വിശേഷമാണ് ഈ കണ്ണാടി ധ്യാനത്തിലൂടെ നമുക്ക് അനുഭൂതമാകുന്നത്. വള്ളലാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധ്യാന രീതിയായിട്ട് വള്ളലാർ രാമലിംഗസ്വാമികളുടെ കാലത്തിന് ശേഷം ഈ ധ്യാന രീതി കൂടുതൽ തമിഴകത്ത് പ്രചരിക്കുകയുണ്ടായി. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ഓം ശിവായ നമഃ.